നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ജനകീയമായ പാർട്ടി ഏതാണ്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ്? ബുദ്ധിമുട്ടാണ് പറയാൻ. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നറിയാൻ വയ്യ. BJP പിന്നെ വേണ്ടത്ര ഭരണപക്ഷത്തില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭരണരംഗത്തില്ലാത്തത് കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് രാഷ്ട്രീയ പാർട്ടി. അല്ല, എന്തിനാണ് ഈ പാർട്ടി? എന്തിനാ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ സംസ്ഥാനത്തിന് സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികൾ അവരുടെ ആശയവുമായി അത്രയും കൊണ്ട് പൊരുത്തപ്പെടാതെ മറ്റൊരു മാർഗത്തിലൂടെ അത് സ്വായത്തമാക്കി സ്വന്തമാക്കി എടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റുപേർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് പാർട്ടികൾ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? സംശയമില്ലല്ലോ. പക്ഷെ ഭരണപക്ഷം എന്ന് പറയുന്നതോ? ഭരണം എന്ന് പറയുന്നത് ഇതൊക്കെ നടപ്പിലാക്കുന്നവർ. ഇവരൊക്കെ ഭരണത്തിലെത്തുമ്പോൾ, നേരത്തെ പറഞ്ഞ കക്ഷികൾ ഭരണത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിൽ ഈ പറഞ്ഞ സാമൂഹിക വളർച്ചയും നമ്മുടെ സംസ്ഥാനത്തെ വളർച്ചയും ഒക്കെ നടപ്പിലാക്കുന്നു, ഇല്ലേ? അതുതന്നെയാണ് ചിന്തിക്കേണ്ടത്. ആത്യന്തികമായി ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡെവലപ്പ് ചെയ്യുക, അതുപോലെ സംസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മൂലക്കിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും ഒരുമിച്ച് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി, ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ആരാണ്? പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് RSS, സംഘപരിവാർ എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഈ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CPM ആണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. ഏത് വിഭാഗത്തെക്കുറിച്ച്? മുസ്ലിം വിഭാഗത്തെക്കുറിച്ച്. അതായത് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ CPM ആണ്. അപ്പൊ ഇവിടെ CPM അല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു ഭരണ വിഭാഗം തന്നെ ആ രീതിയിലൊരു ആരോപണം ഉന്നയിച്ചു വിട്ടുകഴിഞ്ഞാൽ ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ ആരോപിക്കുന്നത്? മുസ്ലിങ്ങൾ ഷാഫിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വർഗീയതയാവും. നമുക്കൊരു ഷാഫി പറമ്പിലോട്ട് വടകരയിൽ വോട്ട് ചെയ്തപ്പോൾ അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമൊക്കെ പൊങ്ങി വന്നിരുന്നു. ഏതൊക്കെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കി, അതായത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ അത് വർഗീയ വോട്ടുകൾ എന്ന നിലയിലേക്ക് അത് വന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെന്നും SDP എന്നൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി മുസ്ലിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് മലയാളം മനസ്സിലാകുന്ന മുഴുവൻ ആൾക്കാർക്കും തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വീണ്ടും ഉണ്ടല്ലോ, വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും വർഗീയത. അവിടെ വർഗീയ വിഷവിത്തുകളുടെ വോട്ടുകൾ കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് എന്ന് പറയും. അപ്പോൾ അവിടെ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളും പിന്നെ വർഗീയവാദികളായി. ഇനി പാലക്കാട്ട് എത്തുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാലും ആ സമയത്തും അവിടെ കുറെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു എന്നതുകൊണ്ട് മുസ്ലിം വർഗീയ വോട്ടുകൾ, അവരൊക്കെ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ്, അതുകൊണ്ട് അവരുടെ വോട്ടുകൾ വാങ്ങിയത് കൊണ്ട് വർഗീയ വോട്ടുകൾ നേടി വിജയിച്ചു. ചുരുക്കം പറഞ്ഞാൽ LDFന്റെ സ്ഥാനാർത്ഥികളല്ലാതെ ആര് വിജയിച്ചു കഴിഞ്ഞാലും അവരൊക്കെ വർഗീയ വിഭാഗത്തിന്റെ വോട്ടുകൾ നേടി വിജയിച്ചു, അതായത് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടി വിജയിച്ചു. ഇത് പറയുന്നത് ആരാ? CPM അല്ലേ? ഇനി അതിന്റെ മറ്റൊരു വശം പറയാം. കോട്ടയത്ത് കേരളം ഉണ്ടായ കാലം മുതൽ അവിടെ വിജയിച്ചു വരുന്നത് ക്രിസ്ത്യാനികളാണ്. എന്തേത് വർഗീയത പറയാനില്ലേ? ഒന്നും പറയാനില്ല. ഇനി ഒന്നും കൂടെ തെക്കോട്ട് പോകണമെങ്കിൽ അവിടെ നായന്മാരാണ് മുഴുവൻ ജയിച്ചു വരുന്നത്, പിള്ളമാരൊക്കെയാണ് ജയിച്ചു വരുന്നത്. അവിടെ എന്താ വർഗീയത ഇല്ലാത്തത്? അതായത് ക്രിസ്ത്യാനികളുടെ ഹിന്ദുവിന്റെ കാര്യത്തിൽ അവർ വോട്ടല്ലേ ചെയ്യുന്നത്, ആ വോട്ടിന് എന്താ വർഗീയത ഇല്ലാത്തത്? മുസ്ലിം പേരിൽ മാത്രം എന്താ ഈ വർഗീയത വരുന്നത്? ഇനി വർഗീയത അവിടെ കൊണ്ട് നിൽക്കുമോ? മലപ്പുറത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിം വിഭാഗമാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം വിഭാഗമാണ്. തെക്കൻ ജില്ലയിലേക്ക് പോകുമ്പോൾ ഹിന്ദു വിഭാഗമാണ്. അവിടെ ഹിന്ദുക്കൾ വർഗീയവാദികളെന്നോ ഇവിടെ മുസ്ലിങ്ങൾ വർഗീയവാദികളെന്നോ പറയാൻ പാടില്ല. അത് കാലങ്ങളായി അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ മലപ്പുറത്ത് കൂടിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ അവിടെ വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളും അവിടെയും വർഗീയത വന്ന് കയറുകയാണ്. അതായത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ അത് വർഗീയത. അപ്പോൾ യഥാർത്ഥ വർഗീയവാദികൾ ആരാണ്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, യഥാർത്ഥ വർഗീയവാദികൾ ഈ പറഞ്ഞ മുഴുവൻ വിഭാഗങ്ങളെയും വർഗീയവാദികളാക്കിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. കാര്യം ഒരു വർഗീയവാദിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അയാൾ വർഗീയവാദിയാണെന്ന് തോന്നുള്ളൂ. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? പണ്ട് കോൺഗ്രസ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ഭരണം നിലനിർത്താൻ വേണ്ടി ചില കളികൾ കളിച്ചു. ആ കളി അന്ന് അവർ കളിച്ചു, പക്ഷേ ഭരണത്തിൽ നിന്ന് പുറത്തായി, ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. തിരിച്ചു വരുമെന്ന് കരുതാം, അല്ലെങ്കിൽ നോക്കാം. പക്ഷെ ആ ഒരു ചടങ്ങ് പിന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു പക്ഷം, BJP പക്ഷം അല്ലെങ്കിൽ സംഘപരിവാർ RSS പക്ഷം കൃത്യമായി അതിന്റെ വിളവെടുത്തുകൊണ്ട്, അതായത് അവർ വിതച്ചതിന്റെ വിളവെടുത്തുകൊണ്ട് അവർ ഭരണത്തിൽ വന്നു. അവർ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പാത തന്നെ പിന്തുടർന്നാൽ ഇനി കൊയ്യാൻ മറ്റൊന്നില്ല എന്ന് CPM മനസ്സിലാക്കുന്നില്ല. CPM അത് വീണ്ടും കൊയ്തുകൊണ്ട്, BJP എന്തെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊയ്തുകൊണ്ട് അല്ലെങ്കിൽ BJPക്ക് ഒപ്പം കൊയ്തുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ താഴോട്ടാണ്. ആകെയുള്ള 4 സീറ്റാണ്.
ആ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ പോയി കഴിഞ്ഞാൽ തീരുമാനമാകും. CPM-ന്റെ കാര്യം തീരുമാനമാകും. മിക്കവാറും ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തീരുമാനമാക്കേണ്ടതാണ്. കഷ്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ചാടിയതാണ്. അപ്പൊ അത്തരത്തിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ CPM ആണ് ഒരു വലിയൊരു വിഭാഗത്തെ, ഈ രാജ്യത്തെ വലിയൊരു വിഭാഗത്തെ തീവ്രവാദികളാക്കി ചാപ്പകുത്തി കൊടുക്കുന്നത്. ഇനി അത്തരത്തിൽ ഈ ഒരു തീവ്രവാദ സർട്ടിഫിക്കറ്റ് ഈ മുസ്ലിം വിഭാഗത്തിന് ചാർത്തി കൊടുക്കുന്നത് കൊണ്ട് CPM-ന്റെ മെച്ചം എന്താണ്? CPM നേതൃത്വത്തിന് ഒത്തിരി കേസുകളുണ്ട്. പിണറായി വിജയന് തന്നെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. നമുക്കറിയാലോ, വീണ്ടും എക്സാലോജിക്കും CMR-ലും ഒക്കെ പൊങ്ങി വരുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ആ ഒരു അന്വേഷണം കാര്യങ്ങളാണ്, SFIയുടെ അന്വേഷണമാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതും എല്ലാം കൂടി കടന്നു വരുമ്പോൾ ഒരു പക്ഷേ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി കേന്ദ്രത്തിൽ ഈ പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ പേരിനും വേണ്ടി. കേരളത്തിനകത്ത് തന്നെയാണ് അഖിലേന്ത്യാ നേതൃത്വം, കേരളത്തിനകത്ത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം, കേരളത്തിനകത്ത് തന്നെയാണ് ബാക്കിയുള്ള മെമ്പർമാർ എന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ തന്നെ എന്ന് പറയുന്നതിലുള്ള നാണക്കേട് കൊണ്ട് പോളിറ്റ് ബ്യൂറോ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഒരു കച്ചിത്തുരുമ്പ് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കേന്ദ്രത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ BJP, RSS ഈ വിഭാഗങ്ങൾ തീവ്ര വർഗീയവാദികളാണെന്നും മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കാനാണ് എന്നും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരതാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മളത് പറയുന്നു എന്ന് രണ്ടും കൂടി അമ്മയും മോളും പെണ്ണ് തന്നെ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ അതല്ലേ പറയുന്നത്, ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ. അങ്ങനെ തൽക്കാലം നിങ്ങളൊപ്പം ഞങ്ങൾ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്നൊക്കെ ഊരാനുള്ള ഒരു മുട്ടാപ്പോക്ക്, ഒരു സൂത്രപ്പണി മാത്രമാണ് ഈ വർഗീയത പറച്ചിൽ എന്നാണ് മലയാളികൾക്ക് തോന്നുന്നത്. അങ്ങനെയാണ് മലയാളികൾ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകളും മറ്റു വീഡിയോകളൊക്കെ കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അതിൽ നിന്ന് മറ്റൊന്നും കൂടി മനസ്സിലാകുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന്. ഇവിടെ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ സംഘപരിവാരോ RSS-ഓ എന്തെങ്കിലും എവിടെയെങ്കിലും സൂചിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇവിടെയുള്ള മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മേൽ CPM ചാർത്തി വെച്ചു കൊടുത്തുകൊണ്ട് ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്നത് മനസ്സിലാകാത്തത് CPM-ന് മാത്രമാണ്. Different angles. Don't forget to subscribe and support this channel.